സൈലം കൊമേഴ്സ് പ്രോയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വേളയിലാണ് നാം എല്ലാവരും ഒരുമിച്ചിട്ടുള്ളത്. നമുക്കറിയാം 2024 സെപ്റ്റംബർ CA ഫൗണ്ടേഷൻ എക്സാമിൽ കേരളത്തിൽ നിന്നും ആദ്യമായിക്കൊണ്ട് നാഷണൽ ടോപ്പർ സൈലം കൊമേഴ്സ് പ്രോയിലൂടെ നമുക്ക് സമ്മാനിക്കാൻ സാധിച്ചിരുന്നു. അത് പ്രിയപ്പെട്ട വിപിൻ ദാസ് ആയിരുന്നു. ഈ വിപിൻ ദാസ് തന്നെ നമ്മുടെ ഈ ഒരു 2025 സെപ്റ്റംബർ ഇൻ്റർമീഡിയറ്റ് എക്സാമിൽ ഓൾ ഇന്ത്യ ടോപ്പറായി വന്ന വലിയൊരു സന്തോഷകരമായിട്ടുള്ളൊരു വേളയാണ്. സൈലം കൊമേഴ്സ് പ്രോയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. എൻ്റെ കൂടെ വിപിൻ ദാസ് ഉണ്ട്. വിപിൻ ദാസിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ വർഷം ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. CA ഫൗണ്ടേഷനിൽ നാഷണൽ ടോപ്പർ ആയിരുന്നു ആ സമയത്ത്. ഇന്നിപ്പോൾ വന്നു നിൽക്കുന്ന സമയത്ത് CA ഫൗണ്ടേഷൻ്റെ റാങ്ക് ഹോൾഡറാണ്, അതുപോലെ തന്നെ CA ഇന്ററിൻ്റെ റാങ്ക് ഹോൾഡറാണ്. സോ റാങ്ക് ഹോൾഡർ തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു ജേണി ഉണ്ടായിരുന്നുള്ളതും എങ്ങനെയാണ് ലൈഫിലേക്ക് അത് വന്നത് എന്നുള്ളതും. ഇന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷന് വ്യത്യസ്തമായി പറയുകയാണെങ്കിൽ ഇന്ററിന് ഞാൻ റെഗുലർ ക്ലാസ് ആയിരുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡേ ടു ഡേ വരുന്ന വർക്കുകളായിക്കോട്ടെ, അതേപോലെ റെഗുലറായി കണ്ടക്ട് ചെയ്യുന്ന എക്സാംസ്, ഇതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഒന്നാമത്തെ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയൊരു ഗുണമായി തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ 30-35 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് അക്കൗണ്ട്സ് ആണെങ്കിൽ ഇതുപോലെ പ്രോബ്ലം റിലേറ്റഡ് സബ്ജക്ട്സ് പഠിക്കുമ്പോഴും അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട് ക്ലിയർ ചെയ്തും അങ്ങനെയൊക്കെ പഠിക്കുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഫൗണ്ടേഷനും ഇന്ററും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്ററിൻ്റെ സിലബസിൻ്റെ വാസ്റ്റ്നെസ്സും അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് തുടങ്ങുമ്പോൾ. പ്രത്യേകിച്ച് തിയറി സബ്ജക്ട്സുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസും അതുപോലെ തന്നെ റിവിഷനും അതുകൊണ്ടൊക്കെ അങ്ങനെ റെഗുലറായി ചെയ്തിട്ടൊക്കെയാണ് തിയറി സബ്ജക്ട്സ് ടാക്കിൾ ചെയ്തിരുന്നത്. പിന്നെ പ്രോബ്ലം സബ്ജക്ട്സ് എനിക്ക് കമ്പാരിറ്റീവ്ലി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ക്ലാസ്സിൽ നിന്ന് തന്നെ അങ്ങനെ പഠിച്ചു പോയി. അതിനനുസരിച്ച് പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. തിയറി സബ്ജക്ട്സിനായിരുന്നു എനിക്ക് കുറച്ചുകൂടി എഫേർട്ട് വേണ്ടിയിരുന്നതും അതിനെ മാർക്കാക്കാനായിരുന്നു എനിക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തിരുന്നത്. കമ്പാരിറ്റീവ്ലി പ്രോബ്ലം സബ്ജക്ട്സിന് അത്ര കുഴപ്പമുണ്ടായിരുന്നു. CA എന്ന് പറയുമ്പോൾ മോസ്റ്റ് ടഫസ്റ്റ് എക്സാമുകളിൽ ഒന്നാണല്ലോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കൊമേഴ്സ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊമേഴ്സിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കോഴ്സുമാണ് CA. ഞാൻ മുമ്പ് കണ്ടപ്പോഴും ചോദിച്ച അതേ ചോദ്യമാണ്, CA എന്നുള്ള കോഴ്സിലേക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. CA കുറിച്ച് പറയുകയാണെങ്കിൽ എസ്പെഷ്യലി എല്ലാ പിള്ളേരെയും പോലെ, അതായത് നമ്മൾ ഈ ഒരു 8ാം ക്ലാസ് അല്ലെങ്കിൽ 9ാം ക്ലാസ് ആ ടൈം കഴിയുമ്പോഴും വലിയ വരുന്ന ക്വസ്റ്റ്യനാണ്. അതായത് നോർമലി വരുന്നതാണ്. ഇനി 10th കഴിഞ്ഞാൽ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട് അവിടെ. പക്ഷേ നമ്മൾ നോർമലി കാണുന്നതെന്ന് വെച്ചാൽ 10th കഴിഞ്ഞാൽ നോർമലി പിള്ളേർ നേരെ സയൻസിലേക്ക് എൻ്റർ ചെയ്യുന്നു. മാർക്ക് കിട്ടിയില്ലെങ്കിൽ കൊമേഴ്സ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ 8th-ലും 9th-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ നടന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഏട്ടന്മാരാണെങ്കിലും കസിൻസ് ആണെങ്കിലും അവരൊക്കെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളവരാണ്. അപ്പോൾ അവരും പൊതുവെ ആദ്യം പറയുമായിരുന്നു, നീ സയൻസ് ഒന്നും എടുക്കരുത് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ വെറുതെ തമാശയ്ക്ക് പറയുമായിരുന്നു. അപ്പം ഞാൻ കൊമേഴ്സ് എടുത്തോ എന്നൊക്കെ അവരും പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊമേഴ്സിനെ കുറിച്ച് അപ്പോൾ ഒന്നുകൂടി അറിയാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് ഈ കൊറോണ ടൈമൊക്കെ ആയിരുന്നു. ഞാൻ 9th പഠിക്കുന്ന ടൈമിലായിരുന്നു കൊറോണ. അപ്പോൾ നമുക്ക് ഒന്നാമത് മൊബൈലിൻ്റെ അവൈലബിലിറ്റിയും അങ്ങനെയൊക്കെ കൂടിയതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ കൂടുതൽ അന്വേഷിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുകൂടി. കാരണം എനിക്ക് പൊതുവെ സയൻസ് വിഷയങ്ങളോട് അത്ര താല്പര്യമില്ലായിരുന്നു. എനിക്ക് മാത്സ് റിലേറ്റഡും മറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരുന്നു കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കൊമേഴ്സിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് നല്ലൊരു കാര്യമാണ് എന്ന് തോന്നി. പിന്നെ കൊമേഴ്സിനെ കുറിച്ച് നോർമലി ആരാദ്യം അന്വേഷിക്കുമ്പോഴും ഏറ്റവും ആദ്യം കാണുന്നത് CA കുറിച്ച് തന്നെയാണ്. അപ്പോൾ കൊമേഴ്സ് തന്നെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടൊരു കോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അറിയപ്പെടുന്നത് CA തന്നെയാണ്. അതുകൊണ്ട് നോർമലി CAയിലേക്ക് എത്തി. പിന്നെ CA കുറിച്ച് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞപ്പോൾ അത് തന്നെയാണ് എൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടൊരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. അങ്ങനെ പിന്നെ +1 ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ CAയിലേക്ക് വരുമ്പോൾ ഞാനിപ്പോൾ എടുത്ത് പറയാം, ഇപ്പോൾ ഫൗണ്ടേഷനിൽ നിന്ന് റാങ്ക് മേടിച്ചു, അതുപോലെ തന്നെ ഇന്ററിലേക്ക് വരുമ്പോഴും റാങ്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, ഫൗണ്ടേഷനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ടാണ് പഠിച്ചു പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ററിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻ കൂടുതലാണെന്ന് പറഞ്ഞു. സോ അത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്തിട്ട് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നുള്ളതാണ്. ഈ റാങ്ക് എങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്തത് എന്നുള്ളതാണ്. ഇന്ററിലേക്ക് വരികയാണെങ്കിൽ നോർമലി നമ്മൾ പഠിക്കുമ്പോഴും പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ റാങ്ക് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും പ്രിപ്പറേഷനൊക്കെ ചെയ്യുക. കാരണം ഈ ഒരു ഞാനെപ്പോഴും CAനെ കാണുന്നത് മിനിമം പാസ് ചെയ്യുക എന്നുള്ളൊരു ഇതല്ല. കാരണം ഞാനെപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ നമ്മളെ ഏറ്റവും ബെസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പാസ്സാകൽ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, വേറെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ററിലേക്ക് വരുമ്പോൾ മാക്സിമം എൻ്റെ എഫേർട്സ് ഒക്കെ ഇട്ടു. പക്ഷേ എക്സാംസ് എഴുതി വന്നപ്പോൾ എനിക്ക് ചില എക്സാം വെച്ചപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് റാങ്കിനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി ലോവർ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം
എന്താ കമ്പാരിറ്റീവ്ലി എനിക്ക് തിയറി പേപ്പേഴ്സ് കമ്പാരിറ്റീവ്ലി ടഫർ ആയിരുന്നു. അതിനോടൊപ്പം ഇപ്രാവശ്യത്തെ ലോയും അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ റാങ്ക് ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ മാർക്ക് ഞാൻ എഴുതിയ പേപ്പറുകളിൽ എനിക്ക് ഏകദേശം റേഞ്ച് ഇത്ര മാർക്ക് കിട്ടുമെന്ന് അറിയായിരുന്നു. പക്ഷെ അതൊരു റാങ്ക് ആവുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഫൗണ്ടേഷൻ വെച്ച് നോക്കുമ്പോഴാണെങ്കിൽ ഫൗണ്ടേഷൻ നോർമലി പറയുകയാണെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന +2ൽ എനിക്ക് അത്യാവശ്യം ബേസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം എന്താ 4 സബ്ജക്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇൻ്റർവ്യൂ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈമും അതിനനുസരിച്ച് മാനേജ് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസും മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസും അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നു. ഇൻ്റർവ്യൂ വെച്ച് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി ഫൗണ്ടേഷൻ്റെ അത്ര പ്രാക്ടീസ് ചെയ്യാനോ അതിന് ടൈം കിട്ടിയിരുന്നില്ല. എന്നാലും ഉള്ള ടൈം വെച്ചിട്ട് മാക്സിമം എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചു. വെരി ഗുഡ്. അപ്പോൾ നമുക്ക് സൈലം കൊമേഴ്സ് പോയെ സംബന്ധിച്ചിടത്തോളം സൈലം കൊമേഴ്സ് പോയി എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? അതുപോലെ തന്നെ ഈ ഒരു നമുക്കറിയാം ഫൗണ്ടേഷൻ മുതൽ ഇൻ്റർ വരെയുള്ള ജേണി ഉണ്ട്. സൈലം കൊമേഴ്സ് പോയുടെ കൂടെ തന്നെയാണ് മുമ്പോട്ട് പോയിട്ടുണ്ടായത്. അത് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് CEO തന്നെ ഡോക്ടർ അനന്തുവാണ് എന്ത് ചെയ്തത്, വിപിൻ എന്ത് ചെയ്ത് കണ്ടെത്തിയതും ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ആ ഒരു ലൈഫ് ജേണി എങ്ങനെയാണല്ലോ, സൈലം കൊമേഴ്സ് പോയുമായി ബന്ധപ്പെട്ട ജേണി എങ്ങനെയാണെന്ന് കൂടി പറയാം. സൈലം കൊമേഴ്സ് പോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കാരണം ഫൗണ്ടേഷൻ ഒന്നാമത് ഞാൻ ഓൺലൈനായിട്ടായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഓഫ്ലൈനായിട്ട് വന്നു. പിന്നെ കാരണം ഞാൻ സെപ്റ്റംബർ അറ്റംപ്റ്റ് ആയിട്ട് എഴുതിയിരുന്നത്. കാരണം ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടും ആ ഒരു ടൈമിൽ സെപ്റ്റംബർ അറ്റംപ്റ്റുകൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. കാരണം ആ വർഷമാണ് ഇടയ്ക്ക് വെച്ച് എന്നുള്ള രീതിയിലാണ് ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയത് ICA. അതിൻ്റെ ഭാഗമായിട്ട് പൊതുവേ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും അങ്ങനെ സെപ്റ്റംബറിലേക്ക് എന്നുള്ള രീതിയിൽ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നപ്പോഴും ഇവിടെയും സെപ്റ്റംബറിലേക്ക് എന്നുള്ള രീതിയിൽ ക്ലാസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അപ്പം തന്നെ അതിനൊരു സൊല്യൂഷൻ തന്നിരുന്നു. കാരണം ഓൺലൈനായിട്ടാണെങ്കിലും ഇവരുടെ റെക്കോർഡ് ക്ലാസ് കണ്ട് പ്രിപ്പയർ ചെയ്യാൻ അത് എനിക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആയിട്ടും തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ എനിക്ക് ആ ഒരു അത്രയും റെക്കോർഡായിട്ടുള്ള നല്ല ബെസ്റ്റ് ക്ലാസ് ആ ഒരു ടൈമിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് സെപ്റ്റംബറിൽ നല്ല മാർക്ക് വാങ്ങാൻ പറ്റിയത് ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ. ഇനി ഇൻ്ററിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് അതിന് മറിച്ച് അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് തന്നിരുന്നത്. കാരണം റെഗുലർ ക്ലാസ് വിത്ത് എക്സാംസ്, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പം പഠിക്കുന്ന ഫ്രണ്ട്സ്. അപ്പോൾ അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ക്ലാസ് എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അതിനനുസരിച്ച് വർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുന്നു, ഞാൻ എൻ്റേതായ രീതിയിൽ പോകുന്നു, എൻ്റേതായ രീതിയിൽ വർക്ക് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. എന്നാൽ ഒരു ക്ലാസ് എൻവയോൺമെൻറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെ അതിൻ്റെതായ വർക്കുകൾ, അതിൻ്റെതായ എക്സാമിനേഷൻസ്, അത് കുറച്ചും കൂടി നമുക്ക് ഒരു സ്ട്രിക്റ്റർ എൻവയോൺമെൻറ്റ് തരുന്നുണ്ടായിരുന്നു. അത് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായി. അതിന് ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. മെൻറ്റർഷിപ്പ് ആയിക്കോട്ടെ, റെഗുലറായിട്ട് എക്സാം നടത്തും. എക്സാംസിന് മാർക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എന്തുകൊണ്ട് കുറഞ്ഞു, ഒരു പേപ്പറിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് കുറഞ്ഞു, എന്തായിരുന്നു പ്രശ്നം, അങ്ങനെ ചോദിക്കും. ഇനിയിപ്പോൾ സാറുമാരാണെങ്കിലും ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പോൾ ചോദിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നെക്സ്റ്റ് ഡേ വരികയാണെങ്കിൽ ചോദിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും പറഞ്ഞു തരും. അതിനൊന്നും അവർക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടായാലും അവർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മെറ്റീരിയൽ വായിച്ച് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അതെടുത്ത് ചോദിക്കും. അതൊക്കെ ഫാക്കൽറ്റീസ് ആണെങ്കിലും അപ്പോൾ ക്ലിയർ ചെയ്ത് വരുന്നു. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. എക്സാംസ് ആണെങ്കിലും കണ്ടക്ട് ചെയ്തതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ആക്ച്വലി ഈ ഒരു കാര്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കണം എന്ന് വിചാരിക്കുന്നു. എയിം എന്താണ് എന്നുള്ളത്. ഇപ്പോൾ റാങ്ക് ഹോൾഡർ ആണ്, ഫൗണ്ടേഷൻ ഇൻ്ററും കഴിഞ്ഞ് ഫൈനലിലേക്ക് മൂവ് അപ്പ് ചെയ്യുകയാണ്. സോ ഈ ഒരു സമയത്ത് ഒരു എയിം സെറ്റ് ചെയ്തിട്ടുണ്ടോ? അതെ, ബേസിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത്, ഞാനിപ്പോൾ ഇൻ്ററിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പണ്ട് തൊട്ടേ നോർമലി ഞാൻ ഹോസ്റ്റലിലായിരുന്നു ആദ്യം പഠിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ഒപ്പമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തും അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തു അങ്ങനെ പഠിക്കുന്നതായിരുന്നു ഇഷ്ടം. അപ്പോൾ ഫൗണ്ടേഷനിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തതും, കാരണം കൂടെ ഇങ്ങനെ ഒപ്പം പഠിക്കാൻ പിള്ളേരില്ല, ആർക്കും ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനോ ഡൗട്ട് ക്ലിയറൻസോ അങ്ങനെ അതില്ല എന്നുള്ളതായിരുന്നു ഒരു ബുദ്ധിമുട്ടായി ഫീൽ ചെയ്തത്. പക്ഷേ ഇൻ്ററിലേക്ക് നേരെ വന്നപ്പോൾ അതെനിക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു. കാരണം ഒപ്പം ഒരുപാട് പേരും ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ ഇനി CA ജേണിയുടെ മെയിനായിട്ടുള്ള CA എന്നുള്ളത് എൻ്റെ ഒരു എയിമാണെങ്കിൽ കൂടിയും CAയുടെ കൂടെ തന്നെ എനിക്ക് എൻ്റെ ടീച്ചിങ് കൂടി കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് CA പ്രാക്ടീസിൻ്റെ ഒപ്പം ഒരു നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന CA ലെവൽ, അതായത് CA ആഗ്രഹിച്ചു വരുന്ന പിള്ളേർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാവണം. അപ്പോൾ ഭാവിയിൽ CA ഫാക്കൽറ്റി ആയിട്ട് കാണാം. സന്തോഷം.